ഇപ്പോൾ എനിക്കൊരു വർക്കിൻ്റെ എൻക്വയറി വരുമ്പോഴത്തേക്കും ഞാൻ അതിൻ്റെ കളറും കാര്യങ്ങളൊക്കെ ചോദിക്കാറുണ്ട്. ഡ്രസ്സിൻ്റെ പാറ്റേൺ എങ്ങനെയാണ് എന്നൊക്കെ നമ്മൾ ചോദിക്കാറുണ്ട്. അപ്പോൾ അതുപോലെ ഇത് നമുക്ക് ബ്രൈഡൽ വെയർ ആയിട്ട് വന്നിട്ടുള്ളൊരു സാരി ബ്ലൗസിൻ്റെ വർക്കാണേ. സാരി വന്നിട്ട് ഗ്രീൻ ആയിരുന്നു, റെഡ് ബ്ലൗസുമായിട്ട്. മെറ്റീരിയൽ ഒരു ഇച്ചിരി കട്ടിയുള്ളതായിരുന്നു, പക്ഷെ നല്ല ഭംഗിയായിരുന്നു കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. ഇങ്ങനെ നമ്മൾ സ്ലീവ്സിൽ അപ്പർ പോർഷനിൽ ഫുള്ളായിട്ട് വർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണേ. ഒരു ഫ്ലോറൽ പാറ്റേൺ ആണ് വർക്ക് വരുന്നത്. അത്യാവശ്യം നല്ലോണം ഹെവി ആയിട്ട് ഒത്തിരി സമയം എടുത്ത് ചെയ്തൊരു വർക്കാണ് കേട്ടോ. നല്ല ഭംഗിയായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. ഗ്രീൻ കളറൊക്കെ ആഡ് ചെയ്തിട്ട് ചെയ്തൊരു വർക്കാണ്. ഹാങ്ങിങ്സും കൊടുക്കുന്നുണ്ട്. എനിക്കിതിൻ്റെ ഫുൾ വീഡിയോസൊന്നും എടുക്കാനായിട്ട് പറ്റിയില്ല, കാരണം തന്നെ ഈ വർക്ക് ചെയ്തിട്ട് തന്നെ കുറേ കാലങ്ങളായി. കാലങ്ങൾ മീൻസ് 1 വർഷം ആകാറായി തോന്നുന്നു ഈ ഓണം ആകുമ്പോഴത്തേക്കും. ഇത് എന്നെ കസ്റ്റമർ ഒത്തിരി നേരത്തെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ കൊണ്ടുവന്നിട്ട് ഓൾമോസ്റ്റ് ഞാൻ കുറേ ബ്ലൗസ് വർക്ക് ചെയ്തു കേട്ടോ. അവരുടെ പ്രീ വെഡിങ്ങിൻ്റെയും വെഡിങ്ങിൻ്റെയും പോസ്റ്റ് വെഡിങ്ങിൻ്റെയൊക്കെ ആയിട്ട് ഒത്തിരി ബ്ലൗസ് ചെയ്തൊരു കസ്റ്റമറായിരുന്നു. പല്ലവി എന്നാണ് കസ്റ്റമറിൻ്റെ പേര്. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ഫൈനൽ ലുക്ക് വന്നിട്ട്. മീൻസ് വർക്ക് ചെയ്തതിന് ശേഷമുള്ള ലുക്ക്. ഞാൻ സ്റ്റിച്ച് ചെയ്തിട്ടുള്ള വീഡിയോ കാണിച്ചു തരാം. ഇതുപോലെ നമ്മൾ റെഡിൽ തന്നെ ഹാങ്ങിങ്സ് കൊടുത്തിട്ടുണ്ട്. റെഡ് കൊടുക്കണോ ഗ്രീൻ കൊടുക്കണോ എന്നുള്ളത് ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ സെറ്റാക്കി കേട്ടോ റെഡിൽ തന്നെ. പിന്നെ അത് നമ്മൾ ഹാങ്ങിങ്സിൽ കൊടുക്കാനുള്ള ഡോരിയുടെ സംഭവമാണ്. അത് 4 നേരത്തെ ഇപ്പോൾ കണ്ട് ഡയമണ്ട് ഷേപ്പിൽ. ഇതാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ട് വന്നിട്ടുള്ള ഫൈനൽ ലുക്ക്. ഇതുപോലൊരു നെക്കായിരുന്നേ, ഒരു സ്ക്വയർ ഡയമണ്ട് ഷേപ്പിൽ വന്നിട്ടുള്ള നെക്കായിരുന്നു. സ്ലീവ്സിൻ്റെ അപ്പർ പോർഷൻ ഫുള്ളായിട്ട് ഹെവി ആയിട്ടാണ് വർക്ക് കൊടുത്തിട്ടുള്ളത്. ആ വലിയ ബോർഡർ നമ്മൾ അങ്ങനെ തന്നെ കീപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ബാക്ക് നല്ല ഡീപ്പായിട്ട് കൊടുത്തിട്ട് ഒരു ആലില നെക്ക് പോലത്തെ ഒരു ഇതായിരുന്നു. നല്ല ഡീപ്പായിട്ട് വൈഡായിട്ടാണ് ചെയ്തേക്കണേ. ഇങ്ങനെയാണ് ഓവറോൾ ഫൈനൽ ലുക്ക് വന്നിട്ട്. നല്ല ഭംഗിയായിരുന്നേ കാണാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മളിത് പാഡഡ് ആയിട്ടാണ് ചെയ്തത്, പക്ഷേ പാഡ് എന്തോ ആൾക്ക് അത്ര കംഫർട്ടായിട്ട് തോന്നിയില്ല. പിന്നെ നമ്മൾ പാഡ് റിമൂവ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ ചെയ്തത്. ഇങ്ങനെയാണ് നമ്മൾ ബ്ലൗസിൻ്റെ ഓവറോൾ ലുക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതുപോലുള്ള കസ്റ്റമൈസേഷനും വർക്കിനും ഒക്കെ ആയിട്ട് നമ്മൾ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ. ഒന്നുകിൽ നമ്മുടെ ഈ വീഡിയോയുടെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക, ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇൻസ്റ്റയിൽ വന്നാൽ ഞാൻ വാട്സപ്പ് നമ്പർ തരാം കേട്ടോ. ഇൻസ്റ്റ ID ആദ്യ04 അജയ് എന്നാണ്. അല്ലെന്നുണ്ടെങ്കിൽ ഇമാസ് ഡിസൈൻസിൽ ചെയ്താലും മതിയേ. എന്തായാലും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കണ്ട.